തന്റെ അടുത്ത് നിൽക്കുന്ന വ്യക്തിയെ അപരനായി കാണാൻ വേണ്ടിയാണ് ജാതി വ്യവസ്ഥ എല്ലാ കാലത്തും പഠിപ്പിക്കുന്നത്. നോക്കൂ, 3 സമയത്ത് ഗുഡ് സർവീസ് എൻട്രി ലഭിച്ച നമ്മുടെ ഒരു സഹോദരനാണ് ആലപ്പുഴ ജില്ലയ്ക്കകത്ത് പ്രത്യേക രജിസ്റ്റർ ബുക്ക് വെച്ചത്. ഒരു മനുഷ്യനും തോന്നിയില്ല തന്റെ സഹോദരനാണ് വേറെ രജിസ്റ്ററിൽ ഒപ്പുവെക്കുന്നതെന്ന്. ഒരു മനുഷ്യനും തോന്നിയില്ല. നമ്മുടെ സഹോദരൻ മതമരിക്കപ്പെട്ടപ്പോൾ, കൊല ചെയ്യപ്പെട്ടപ്പോൾ കേരളം നടുങ്ങിയില്ല. കേരളത്തിനകത്ത് ഒരാൾക്കും തോന്നിയില്ല ഞങ്ങളുടെ സഹോദരനാണ് കൊല ചെയ്യപ്പെട്ടതെന്ന് തോന്നിയില്ല. ഡൽഹിക്കകത്ത് നിർഭയ കേസ് വന്നപ്പോൾ ഇന്ത്യക്കകത്ത് കേരളത്തിനകത്ത് ഇറങ്ങിയ ഫെമിനിസ്റ്റുകളായിട്ടുള്ള വ്യക്തികൾ ഒരാൾക്ക് പോലും സൗമിയോ ജിഷിയോ കൊല ചെയ്യപ്പെട്ട സമയത്ത് തോന്നിയില്ല ഞങ്ങളുടെ സഹോദരങ്ങളാണ് റേപ്പ് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ ദൂരമായി പീഡിപ്പിക്കപ്പെട്ടതെന്ന് ഇവർക്ക് ആർക്കും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കൃത്യമായിക്കൊണ്ട് എന്ത് തരം ബോധമാണ് ഇവർക്കുള്ളത് എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ്. പക്ഷെ നമ്മൾ തിരിച്ച് സാഹോദര്യ ബോധം എല്ലാ കാലത്തും കാണിച്ചിട്ടുണ്ട്. എയ്ഡഡ് കോളേജുകൾക്കകത്ത് സംവരണം കൊണ്ടുവരാതിരിക്കുമ്പോൾ, സാഹോദര്യ ബോധമില്ലാതെ ഇവർ പെരുമാറുമ്പോൾ ഇവർ ആലോചിക്കേണ്ടത് കണ്ണൻകുമാരൻ എന്ന് പറയുന്ന നവോത്ഥാന നായകനാണ്. അദ്ദേഹം ഉണ്ടാക്കിയ സ്കൂളിനകത്ത് നായർ സമുദായത്തിലെ പ്രതിനിധി ഉണ്ടായിരുന്നു, ബ്രാഹ്മൺ പ്രതിനിധി ഉണ്ടായിരുന്നു. എല്ലാവർക്കും തൊഴിൽ, സ്വന്തം സമുദായം ഒരു സ്കൂൾ ഉണ്ടാക്കിയപ്പോൾ എല്ലാവർക്കും തൊഴിൽ കൊടുത്തുകൊണ്ട് അവർ മാതൃകയായിട്ടുണ്ടായിരുന്നു. സാഹോദര്യം എന്ന മൂല്യം കണ്ണൻകുമാരൻ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ മൂല്യത്തെ തിരിച്ചു കാണിക്കാൻ വേണ്ടി ഇവർ തയ്യാറല്ല. ഈ അസോസിയേറ്റഡ് ലിവിംഗ്, കൂട്ടായ ജീവിതം എന്നുള്ളത് ഒരു കാലത്തും ഇവർ നടത്തുന്നില്ല. തൃശ്ശൂർ ജില്ലയ്ക്കകത്താണ്, നിങ്ങൾക്ക് അറിയാമല്ലോ, ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ഒരു ക്ഷേത്രത്തിനകത്താണ് ബ്രാഹ്മൺ കക്കൂസ് പറഞ്ഞിട്ടൊരു കക്കൂസ് ഇവർ കൊണ്ടുവന്നത്. അപ്പം അപ്പിടുമ്പോൾ പോലും ജാതി ആലോചിച്ച് വെക്കുന്നുള്ളതാണ് ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ ഹ്യൂമൻ വേസ്റ്റിന്റെ സമയത്ത് പോലും ജാതി, സ്വന്തം ജാതിക്ക് പോകാൻ വേണ്ടി ഒരു ടോയ്ലറ്റ് ഉണ്ടാക്കി വെക്കുന്ന സാഹചര്യമാണ് ഇവിടെ നിലനിൽക്കുന്നത്. റിഡിൽസ് ഓഫ് ഹിന്ദുയിസത്തിൽ അംബേദ്കർ സാഹോദര്യം എന്ന ആശയത്തെ കുറച്ചുകൂടെ വികസിപ്പിച്ചെടുക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഇന്ത്യക്കകത്ത് അല്ലെങ്കിൽ ഏത് രാജ്യത്തിനകത്തും തുല്യതയും സമത്വത്തെയും നിലനിർത്തുന്നത് നിയമമല്ല എന്ന് അദ്ദേഹം പറയുന്നത്. ഒരുപക്ഷെ കോവിഡ് കാലത്ത് മാസ്ക് വെക്കണമെന്ന് നമുക്ക് നിയമം കൊണ്ട് പറയാൻ പറ്റും. പക്ഷെ തന്റെ അയൽക്കാരായ പട്ടികജാതിക്കാരനെ കോളനിവാണെന്ന് വിളിക്കരുതെന്ന് നിയമം മൂലം പറഞ്ഞാലും അവൻ വിളിച്ചുകൊണ്ടിരിക്കുന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അപ്പൊ നിയമം മൂലം നമുക്ക് ഇതിനെ മറികടക്കാൻ വേണ്ടി സാധിക്കില്ല. മറിച്ച് ബുദ്ധൻ അവതരിപ്പിച്ചിട്ടുള്ള മൈത്രി എന്ന് പറയുന്ന സങ്കല്പത്തിലൂടെ മാത്രമേ നമുക്ക് ഇതിനെ അതിജീവിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ എന്ന് അദ്ദേഹം പറയുന്നു. സാഹോദര്യമില്ലെങ്കിൽ 2 അപകടങ്ങളെ കുറിച്ചാണ് അംബേദ്കർ പറയുന്നത്. ഒന്ന്, സ്വാതന്ത്ര്യം തുല്യതയെ നശിപ്പിക്കുമെന്ന് അദ്ദേഹം പറയുന്നു. സ്വതന്ത്രരായിട്ടുള്ള ഇതര സമുദായങ്ങൾ തുല്യത എന്ന് പറയുന്ന ആശയത്തെ നശിപ്പിക്കുമെന്ന് പറയുന്നു. നോക്കൂ, ചക്ലിയ സമുദായത്തിൽപ്പെട്ട നമ്മുടെ ഒരു സഹോദരി ശകുന്തള എന്ന് പറയുന്ന സഹോദരി കോവിഡ് കാലഘട്ടത്തിൽ മരിച്ചപ്പോൾ കൗണ്ടർ സമുദായത്തിലെ എല്ലാവരും പാലക്കാട് ബൈക്കിൽ നിന്ന് വന്നിട്ടാണ് പൊതു ശ്മശാനത്തിൽ അവരുടെ ശവശരീരം ദഹിപ്പിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ലെന്ന് അവിടെ പറഞ്ഞുകൊണ്ട് അവസാനം കാടിന്റെ ജണ്ട കെട്ടിയ ഒരു ഭാഗത്തേക്ക് ആ സഹോദരിയുടെ മൃതശരീരം മാറ്റേണ്ടി വന്നത്. പൊതു ശ്മശാനമാണ്, എന്നിട്ട് പോലും പൊതു സാഹോദര്യ ബോധം ആ സമുദായത്തിലെ ആളുകൾക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അപ്പോൾ തുല്യത മാത്രം ഉണ്ടായി കഴിഞ്ഞാൽ, തുല്യതയിൽ സാഹോദര്യമില്ലെങ്കിൽ അത് സ്വാതന്ത്ര്യത്തെ നശിപ്പിക്കുമെന്നും കൂടി അംബേദ്കർ പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഫിലോസഫി ഓഫ് ഹിന്ദുയിസത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹം കുറച്ചുകൂടെ കടന്ന് ഒരു വാക്യം കൂടെ പറയുന്നുണ്ട്. ജീവിതത്തിലെ സന്തോഷങ്ങളും സങ്കടങ്ങളും പങ്കുവയ്ക്കുവാൻ കഴിയുന്ന ഒരു ബോധത്തെ കൂടിയാണ് സാഹോദര്യം എന്ന് പറയുന്നത് എന്ന് പറയുന്നത്. ഈയിടെ ഒരു ബിസ്ക്കറ്റ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ബിസ്ക്കറ്റിൽ കുടുമയാണ് ചിത്രം, കുടുമ, അതായത് മുടിയുള്ള കുടുമ കാണിച്ചുകൊണ്ട് ഭക്ഷണത്തിൽ ഒരു മുടി വീണാൽ നമ്മൾ എടുത്ത് മാറ്റല്ലേ, കുടുംബ ചിത്രമുള്ള ബിസ്ക്കറ്റ്, ബ്രാഹ്മിൺ ബിസ്ക്കറ്റ് എന്ന് പറഞ്ഞൊരു ബിസ്ക്കറ്റ് ഈയിടെ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇത്തരത്തിൽ ബ്രാഹ്മിൺ ബിസ്ക്കറ്റും ബ്രാഹ്മിൺ വെജ് റെസ്റ്റോറന്റും പരിശുദ്ധ ഭക്ഷണവും ഒക്കെ നിലനിൽക്കുന്ന സമയത്ത് എങ്ങനെയാണ് ജീവിതത്തിലെ സന്തോഷങ്ങളും സങ്കടങ്ങളും പങ്കുവെക്കുന്ന ഒരു ജനതയായിട്ട് അവർക്ക് മാറുക എന്നുള്ളതാണ്. നമ്മുടെ സന്തോഷങ്ങൾ ഇവരെ സംബന്ധിച്ച് സങ്കടങ്ങളാണ്. അതുകൊണ്ടാണ് ഭീമ കൊറൈഗാവിലേക്ക് നടന്നു പോകുമ്പോൾ ചാക്കിൽ കല്ല് നിറച്ചുകൊണ്ട് നമ്മളെ എറിയാൻ വേണ്ടി തോന്നുന്നത്. എന്തുകൊണ്ടാണ്? നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത് എക്കാലത്തും ഇവരുടെ സങ്കടങ്ങളായിരുന്നു. അംബേദ്കർ ട്രെയിൻസർ എന്ന് വിളിക്കാൻ കാരണം എന്താണ്? ചതിയൻ എന്ന് വിളിക്കാൻ കാരണം എന്താണ്? നമ്മുടെ സന്തോഷമാർന്ന ജീവിതം എന്ന് പറയുന്നത് ഇവരുടെ സങ്കടകരമായ ജീവിതത്തിന് തുല്യമായിരുന്നു എന്നുള്ളത് കൊണ്ടതാണ്. അപ്പോൾ എന്നാണോ നമുക്ക് ഇന്റർകാസ്റ്റ്, ഇന്റർ ഡൈനിങ് അടക്കമുള്ള സന്തോഷങ്ങളും സങ്കടങ്ങളും പരസ്പരം പങ്കുവെക്കാൻ വേണ്ടി സാധിക്കുന്നത്, ആ കാലത്ത് മാത്രമേ ജാതീയതയുടെ പുറത്ത് കടക്കാൻ വേണ്ടി നമുക്ക് സാധ്യമാവുകയുള്ളൂ എന്ന് തീർച്ചയായും പറയുന്നുണ്ട്. ശ്രീധന്യ സുരേഷിന് IAS കിട്ടിയ സമയത്ത് അതിൽ സന്തോഷിക്കാൻ കേരളം മൊത്തമൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. സഞ്ചാരികൾ പറഞ്ഞിട്ടുണ്ട്, അവരെ പോയിട്ട് അവരെ കറക്റ്റായിട്ട് പോയിട്ട് ഉപദേശം കൊടുക്കുകയാണ് ചില ആളുകൾ. നിങ്ങൾ ഇങ്ങനെ പ്രവർത്തിക്കണം എന്ന് ചില ഉപദേശം കൊടുക്കുകയാണ്. അപ്പം നമ്മുടെ സന്തോഷം ആരുടെ സന്തോഷമാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. നമ്മുടെ വേദന ആരുടെയൊക്കെ വേദനയാകുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ്. ഇന്ത്യക്കകത്ത് കേരളത്തിനകത്തൊക്കെ തന്നെ സാഹോദര്യ മൂല്യങ്ങൾ പറഞ്ഞ പ്രസ്ഥാനങ്ങളും അപകടകരമായ അവസ്ഥയിലേക്കാണ് പോകുന്നത്.
ദൈവദശകം പാടെ മറന്നുകൊണ്ടാണ് ഒരുപക്ഷെ വെള്ളാപ്പള്ളി നടേശൻ അടക്കമുള്ള ആളുകൾ പ്രവർത്തിക്കുന്നത്. ഇന്നത്തെ ഇന്ത്യയുടെ കാലഘട്ടത്തിൽ ദളിത് ജനത ഏറ്റവും കൂടുതൽ സാഹോദര്യ മൂല്യം കാണിക്കേണ്ടത് ഒരുപക്ഷെ നമ്മുടെ മുസ്ലിം സഹോദരങ്ങളെ ചേർത്ത് പിടിച്ച് തന്നെ ആവണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. 1946 ഷെഡ്യൂൾ കാസ്റ്റ് ഫെഡറേഷൻ പരാജയപ്പെട്ട സമയത്ത് അംബേദ്കർ പറയുന്നുണ്ട്, ചിലരൊക്കെ ഈ പ്രസ്ഥാനത്തെ ഉപേക്ഷിച്ചു പോയി, ചിലർക്കൊക്കെ ഈ പ്രസ്ഥാനത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ടു, കാരണം തിരഞ്ഞെടുപ്പിൽ സീറ്റുകൾ നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. ഒരുപക്ഷെ ഇന്ത്യയുടെ ഇന്നത്തെ അവസ്ഥയിലും ദളിത് ആദിവാസി ജനവിഭാഗങ്ങളെ സംബന്ധിച്ച് ഇത്തരത്തിൽ സീറ്റുകൾ, രാഷ്ട്രീയ പ്രാതിനിധ്യം എന്ന് പറയുന്നത് വളരെ കുറവാണ് എന്നുള്ള കാര്യം നമുക്കറിയാം. പക്ഷെ അംബേദ്കർ കൃത്യമായി മറ്റൊരു കാര്യമാണ് സൂചിപ്പിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പിൽ സീറ്റുകൾ നേടുക എന്നത് മാത്രമല്ല ഈ ഫെഡറേഷന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. നമ്മുടെ ലക്ഷ്യം നേടാനുള്ള ഒരു മാർഗം മാത്രമാണ് തെരഞ്ഞെടുപ്പിലെ വിജയം എന്ന് പറയുന്നത്. അംബേദ്കർ അതിനൊരു വാക്യം കൂടെ സൂചിപ്പിക്കുന്നു, വെയിലും മഴയും കൊണ്ട് കേടായ മരമാണിതെന്ന് ആർക്കെങ്കിലും തോന്നുമെങ്കിലും ഇതിന്റെ വേരുകൾ കരിഞ്ഞിട്ടില്ലെന്ന് അംബേദ്കർ പറയുന്നു. ഒരുപക്ഷെ അംബേദ്കർ പ്രസ്ഥാനത്തിന്റെ വേരുകൾ കരിഞ്ഞിട്ടില്ല എന്ന് കേരളത്തിൽ നമുക്ക് ഉറച്ചു പറയാൻ വേണ്ടി പറ്റുന്നത് സാഹോദര്യ സമത്വ സംഘടനക്കുള്ള പ്രസ്ഥാനങ്ങൾ നമുക്കുള്ളതുകൊണ്ട് കൂടിയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 20/12/1946 TV ഗീതാവിന് ഓൾ ഇന്ത്യ ഷെഡ്യൂൾ കാസ്റ്റ് സ്റ്റുഡന്റ് ഫെഡറേഷന് അംബേദ്കർ ഒരു കത്ത് എഴുതുന്നുണ്ട്. ഇവിടെ എന്റെ തന്നെ സമപ്രായക്കാരായും അതിൽ ചെറിയ അനുജന്മാരും അനുജത്തികളും കൂടി ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത് ആവർത്തിക്കുന്നത്. അംബേദ്കർ പറഞ്ഞത് ഇതാണ്, ഒരുപക്ഷെ വിദ്യാഭ്യാസത്തിൽ അവസരം ലഭിച്ചാൽ ബുദ്ധിയിലും കഴിവിലും നമ്മൾ ആരെക്കാളും പുറകിലല്ലെന്ന് നമ്മൾ കൃത്യമായി തെളിയിക്കണമെന്ന് ഡോക്ടർ BR അംബേദ്കർ നമ്മളോട് പറഞ്ഞു. ഇത് ഏറെക്കുറെ ഞാൻ അടക്കം നമ്മളെല്ലാവരും പാലിക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ തെളിയിക്കുന്നുണ്ട്. പക്ഷെ രണ്ടാമതായി അംബേദ്കർ പറഞ്ഞൊരു കാര്യം പലപ്പോഴും നമ്മുടെ വിദ്യാർത്ഥികൾ മറന്നു പോകുന്നുണ്ട്. അതിങ്ങനെയാണ്, വ്യക്തിപരമായ സുഖത്തിന്റെ പാതയിലൂടെ മാത്രം സഞ്ചരിച്ചാൽ പോരാ, സ്വന്തം സമുദായത്തെ സ്വതന്ത്രവും സുശക്തവും അഭിമാനാർഹമായ നിലയിൽ എത്തിക്കാൻ കഴിയുമെന്ന് നമ്മൾ തെളിയിക്കണമെന്ന് അംബേദ്കർ കൃത്യമായി സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ വിദ്യാർത്ഥികളായ ഇവിടെ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരും തെളിയിക്കേണ്ടത് സമുദായത്തെ സുശക്തവും സ്വതന്ത്രവും അഭിനന്ദാർഹവുമായ ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള ഒരു നിലയിൽ എത്തിക്കണം എന്ന് പറയുന്ന ഒരു ഉത്തരവാദിത്വം നമ്മൾക്ക് എല്ലാ കാലത്തും ഉണ്ട് എന്നത് നാം ആലോചിക്കണം. അംബേദ്കർ JB വായനക്കാർക്ക് 55ാം ജന്മദിനത്തിൽ ഒരു കുറിപ്പ് എഴുതുന്നുണ്ട്. അതൊരു പ്രാർത്ഥനയാണ്, ഒരുപക്ഷെ രാമരാജ്യം വരണേ എന്ന പ്രാർത്ഥനയല്ല. ആ പ്രാർത്ഥനയിൽ പറയുന്നത് സഹചരെ, സഹജീവികളെ ഉദ്ധരിക്കുക എന്ന കടമയെ കുറിച്ച് ബോധമുള്ള മനുഷ്യർ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നവരാവുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം തുടർന്ന് പറയുന്നത്, അടിമത്തത്തിനെതിരായ സമരത്തിനായി ആത്മാവും ശരീരവും സമർപ്പിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്നാണ്. തുടർന്ന് അദ്ദേഹം പറയുന്നു, എന്ത് സംഭവിച്ചാലും വെയിലോ മഴയോ കൊടുങ്കാറ്റോ പേമാരിയോ നന്മയോ തിന്മയോ എന്ത് തന്നെ ആയാലും ഐക്യജാതിക്കാർ വിമോചിതരായി സ്വന്തം മാനുഷികത വീണ്ടെടുക്കുന്നത് വരെ വിശ്രമിക്കില്ലെന്ന് ശപഥം ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഏത് രീതിയിലുള്ള പ്രശ്നങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതെങ്കിലും ഐക്യജാതി വിഭാഗങ്ങൾ, ആ വിഭാഗങ്ങളുടെ ഉന്നമനം എന്ന് പറയുന്നത്, ആ വിഭാഗങ്ങളുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ആശയത്തിലേക്ക് നാം നിലകൊള്ളണം എന്ന് തന്നെയാണ് ഡോക്ടർ BR അംബേദ്കർ കൃത്യമായി സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ധന്യ വേങ്ങഞ്ചേരിയിലെ ഒരു കവിത കൂടെ പറഞ്ഞുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കാമെന്നാണ് കരുതുന്നത്. ധന്യ വേങ്ങഞ്ചേരി പറയുന്ന ഒരു കവിത, കാസർഗോഡ് ജില്ലയിൽ ഒരിക്കൽ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഒരു പയ്യൻ, അവൻ ഒരു പേരക്ക വറുത്തതിന്റെ പേരിൽ അവന്റെ കണ്ണിൽ മുളക് കൂടി എറിഞ്ഞ ഒരു സംഭവം ഉണ്ടായിരുന്നു 2000-ൽ. അപ്പോൾ ആ സംഭവത്തിലാണ് അവൻ ഈ കവിത എഴുതിയത്. എന്റെ മുത്തശ്ശിയായിരുന്നു ആ മരം നട്ടത്, വെള്ളമൊഴിച്ചതും വളമിട്ടതും എല്ലാം എന്റെ മുത്തശ്ശിയായിരുന്നു. ഇന്നലെ സ്കൂളിൽ പോകും വഴി ആ മാവിന്റെ ഉച്ചയിൽ നോക്കിയതിന് അവരെന്റെ കണ്ണിൽ മുളക് പൊടി എറിഞ്ഞു. ഞാൻ കരഞ്ഞില്ല. എനിക്ക് ഈ മാമ്പഴത്തിന്റെ രുചി നന്നേ ഇഷ്ടമാണ്. ഒന്നുകൂടി പറയട്ടെ, ഈ കഥയ്ക്ക് തുടക്കവും ഒടുക്കവും ഇല്ല എന്നാണ് ആ കവിത. മലവേട്ടവ സമുദായത്തിലെ നമ്മുടെ ഒരു കുഞ്ഞിന്റെ കണ്ണിലേക്ക് മുളക് പൊടി എറിയുന്ന മനുഷ്യരാണ് ഇന്ന് പറയുന്നത് കേരള സമൂഹം സാക്ഷരതയിൽ ഒന്നാമതായി നിൽക്കുന്നുവെന്നും കേരള സമൂഹത്തിൽ സാഹോദര്യ മൂല്യമുണ്ടെന്നും പറയുന്നത് ആ മനുഷ്യരാണ്. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന ഒരു സൊസൈറ്റിയും കേരളം എന്ന് പറയുന്ന ഒരു സമൂഹവും തീർച്ചയായും കൊയ്യിൽ അപ്പച്ചനും ബുദ്ധനും ഒക്കെ പറഞ്ഞിട്ടുള്ള സാഹോദര്യ മൂല്യത്തിൽ അടിസ്ഥാനപ്പെടുത്തി മാത്രമേ ഏതെങ്കിലും രീതിയിൽ മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി ഇനി നമുക്ക് സാധിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആ സാഹോദര്യ മൂല്യം ഇന്ത്യക്കകത്ത് ഉണ്ടാവേണ്ടത് സവർണ സമുദായങ്ങൾക്കാണെന്നും നമ്മൾക്കിടയിലെ ഉപജാതീയതയല്ല എന്നും അതിന്റെ ഏറ്റവും വലിയ വിഷയം എന്നത് നമ്മൾ അടിയുറച്ച് മനസ്സിലാക്കുകയും ചിന്തിക്കുകയും ചെയ്യണം എന്നുള്ള കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. സാഹോദര്യം എന്ന് പറയുന്ന ഒരു മൂല്യത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട്, അംബേദ്കർ ആശയത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന് ഒരുപാട് കാലഘട്ടം മുന്നോട്ടേക്ക് പോകാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ ആഗ്രഹിക്കുകയാണ്,
ആശംസിക്കുകയാണ്. ഇവിടെ VCK പ്രസ്ഥാനത്തിന്റെ പ്രതിനിധി കൂടിയുണ്ട്. I'm so happy that there is a movement in Tamil Nadu which also moves in a midnight path of liberty, equality and fraternity, and which also endeavors the spirit of liberty, equality and fraternity and the vision of education and organization. Special thanks for VCK for being a part of this endeavor also. So ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് സഹോദരി